അങ്ങനെ കാത്തിരുന്ന് ഓണത്തിന്റെ ലീവുമായിട്ട് ഞാൻ വീട്ടിലോട്ട് പോകും. ഇറങ്ങിയ സമയത്ത് ഒടുക്കത്തെ ട്രാഫിക്. പിന്നെ ഇവിടുത്തെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഒടുക്കത്തെ ട്രാഫിക്കാണ് ബാംഗ്ലൂർ. ബുക്ക് ചെയ്ത് പോയാലും പോയില്ലെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ട്രെയിനിൽ. പിന്നെ ഞാൻ ഒരു മിൽക്ക് ഷേക്ക് ഒക്കെ കുടിച്ച് ഞാൻ അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സ്നിക്കേഴ്സ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ കിടന്നു കേട്ടോ. കിടന്നിട്ട് എനിക്ക് ഉറക്കം വരാത്തതുകൊണ്ട് കുറച്ച് ചീറ്റോസും കൂടെ ഒരുപാടായിരുന്നു, അതുകൂടെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കൂടുതലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ബാംഗ്ലൂരിൽ നിന്ന് വരുന്നവർക്ക് മാത്രമായിരിക്കും. കാരണം ഞാൻ ഉറങ്ങി എണീക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ. കാരണം നമ്മൾ നാട് എത്തുമ്പോഴത്തേക്ക് ഈ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഞാൻ അത്യാവശ്യം നല്ല ടയർഡായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ ഓട്ടോ വിളിച്ച് നേരെ വീട്ടിൽ പോയപ്പോഴും നല്ല ചൂട് ചമ്മന്തിക്കറി, നല്ല ദോശയും മീൻകറിയായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വെച്ചിരുന്ന പേരയ്ക്ക മരത്തിൽ പേരയ്ക്ക കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ കഴിച്ച നല്ല ചോറും മീൻകറിയും മീൻ വറുത്തതും രസവും തോരനും ചമ്മന്തി എല്ലാം ആയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഇവിടെ കഴിച്ച കുറച്ച് റംബൂട്ടാനും കഴിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് പുളി ഉണ്ടായിരുന്നു. ഓണത്തിന് പിന്നെ വിരൽ എണ്ണാൻ പറ്റുന്ന ദിവസം മാത്രമുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഓണം ബ്ലൗസും കൊണ്ട് എന്റെ ഫ്രണ്ടിന്റെ അടുത്തോട്ട് പോകുന്നത്. അവള് തയ്ച്ചിരുന്നുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ്. അങ്ങനെ ഞാൻ അവളെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന പോക്കാണ് ഇത്. എന്റെ മുടിക്ക് എന്റെ അടുത്ത് എന്തോ ഒരു വൈരാഗ്യമുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് നേരത്തെ കൊണ്ട് കൊടുത്തോണ്ട് തന്നെ എനിക്ക് അവൾ തയ്ച്ചരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്റെ അളവെടുത്തോണ്ടിരിക്കുവാണ്. ഞാൻ എന്റെ ബ്ലൗസ് ഞാൻ തയ്ച്ചു തരും എന്നുള്ള വിശ്വാസത്തിൽ അവളടുത്ത് പറഞ്ഞിട്ട് ബൈ ബൈയും പറഞ്ഞ് ഞാൻ എന്റെ വീട്ടിൽ നേരെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട് ചെന്ന് ചായ അൽബൂരി ഏത്തക്കാപ്പായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ബൈ.